أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقالوا اتخذ الله ولدا سبحانه بل له ما في السماوات والأرض كل له قانتون بديع السماوات والأرض وإذا قضى أمرا فإنما يقول له كن فيكون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറ ആയത് നമ്പർ 117 118. അർത്ഥം: അല്ലാഹു ഒരു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്നവർ പറയുന്നു. ബലഹീനതകളിൽ നിന്നൊക്കെ അവൻ എത്രയും പരിശുദ്ധൻ. മാത്രമല്ല, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അവൻ്റേതാകുന്നു. സർവവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. മുൻ മാതൃകയിലല്ലാതെ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനെത്ര അവൻ. ഒരു കാര്യം അവൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് ഉണ്ടാവുക എന്ന് മാത്രം അവൻ പറയുന്നു. അപ്പോൾ അതുണ്ടാകാൻ തുടങ്ങുന്നു. ഈ രണ്ടായത്തുകളുടെ വിശദീകരണമായിരിക്കും ഇന്നത്തെ ദർസ് മുതൽ കേൾപ്പിക്കുക. തഫ്സീറെ കബീർ അൽ മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന്. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തുകളുടെ വിശദീകരണത്തിൻ്റെ ആരംഭത്തിൽ ഇപ്രകാരം അരുൾ ചെയ്യുന്നു: യഹൂദികളുടെ വാദമായിരുന്നു മോക്ഷം വെറും ബനി ഇസ്രായേലിനു മാത്രമേ ലഭിക്കുക എന്ന്. എന്നാൽ ഇതൊരു തെറ്റായ വാദമായിരുന്നു. തെറ്റായ വാദം എന്നതൊരു ഭാഗത്ത്, എന്നാൽ അവർ മറ്റുള്ളവരെ തബ്ലീഗ് ചെയ്യാറില്ല. ഇത് ഒരു യുക്തിപരമായ തീരുമാനം തന്നെയായിരുന്നു. പക്ഷേ ക്രിസ്ത്യാനികളുടെ വാദം മോക്ഷം അവർക്ക് മാത്രമാണ്. ഇതൊരു തെറ്റായ വാദം തന്നെയാണ്. മാത്രമല്ല, മറിച്ച് മറ്റൊരു ഭാഗത്ത് അവർ ഈയൊരു വാദവും ഉന്നയിക്കുന്നു: മറ്റുള്ളവരെ തബ്ലീഗ് ചെയ്ത് മറ്റുള്ളവരെ അവരുടെ ഈ വിശ്വാസത്തിലേക്ക്, മതത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇത് തീർത്തും ഒരു ബുദ്ധിശൂന്യതയുടെ കാര്യമാണ്. കാരണം ഈയൊരു ബുദ്ധിശൂന്യമായ ഈ പ്രവൃത്തിയോടൊപ്പം തന്നെ അവർ പറയുന്നത് മസീഹ് ദൈവത്തിൻ്റെ പുത്രനാണ്. അതുകൊണ്ട് ഇപ്പോൾ ദൈവത്തിൻ്റെ പുത്രനെ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ എന്ന്. അല്ലാഹു സുബ്ഹാനഹു തആല ഇതിനെതിരിൽ ഒരുപാട് തെളിവുകൾ നൽകുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ദൈവത്തിന് ഏതെങ്കിലും ഒരു പുത്രനുണ്ട് എന്ന് അംഗീകരിക്കുന്ന കാര്യം തെറ്റാണ് എന്ന് പറയാൻ കാരണം ദൈവം പരിശുദ്ധനാണ്. അതായത് ദൈവത്തിന് പുത്രനുണ്ട് എന്ന് അംഗീകരിച്ചാൽ ദൈവത്തിന് പല കുറവുകളുമുണ്ട് എന്നുകൂടി അംഗീകരിക്കേണ്ടി വരും. ഒന്നാമതായിട്ടുള്ള കാര്യം, പുത്രനുണ്ടാകുന്നതിനു വേണ്ടി ഒരു വികാരം, കാമം ആയിട്ടുള്ള ഒരു വികാരം ഉണ്ടാകേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു വികാരം മറ്റൊരു വസ്തുവിനെ ആകർഷിക്കുന്ന, അല്ലെങ്കിൽ മറ്റൊരു വസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുന്നതാണ്. അങ്ങനെ പറയുമ്പോൾ അത് യഥാർത്ഥത്തിലൊരു ആശ്രയമാണ് അവിടെ ഉണ്ടാകുന്നത്. മറ്റൊരു വസ്തുവിനെ ആശ്രയിക്കേണ്ടി വരുന്നു. അപ്പോൾ അള്ളാഹു ഇതിൽ നിന്നെല്ലാം തന്നെ പരിശുദ്ധനാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, മകനുണ്ടാകുന്നതിന് ഭാര്യ ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇതും ഒരു ആവശ്യം പൂർത്തീകരണമാണ്. ഇതിൽ നിന്നും ദൈവം പരിശുദ്ധനാണ്, അള്ളാഹു പരിശുദ്ധനാണ്. മൂന്നാമത്തെ കാര്യം,
മകൻ എന്നുള്ളത് ഒരു ഭാഗമാണ്, അതായത് പിതാവിൻ്റെ ഒരു ഭാഗമാണ് മകൻ. പിതാവിൻ്റെ ചോരയുമെല്ലാം തന്നെ ആ മകനിൽ ഉണ്ടാകുന്നു. അള്ളാഹുവിനൊരു പുത്രനുണ്ടെന്ന് അംഗീകരിച്ചാൽ പിന്നെ ഇതും അംഗീകരിക്കേണ്ടി വരും. അള്ളാഹുവിൻ്റെ അംശങ്ങൾ മറ്റു പല ഭാഗങ്ങളിലുമായി അത് വീതിക്കപ്പെട്ടു എന്ന് പോലും അംഗീകരിക്കേണ്ടി വരും. നാലാമത്തെ കാര്യം, മകൻ ഉണ്ട് എന്ന് അംഗീകരിച്ചാൽ ആ ദൈവത്തിന് അന്ത്യമുണ്ട് എന്നുകൂടി അംഗീകരിക്കേണ്ടി വരും. കാരണം മകൻ്റെ ആവശ്യം വരുന്നത് ഒരു അന്ത്യമുള്ള അസ്തിത്വത്തിനാണ്, അവസാനിക്കുന്ന അസ്തിത്വത്തിനാണ്. അതിനൊരു പുത്രൻ, അതിനൊരു മകൻ ഉണ്ടാകേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഏതൊരു വസ്തു അതിൻ്റെ ജനന ഉദ്ദേശം പൂർത്തീകരിക്കുന്നതുവരെ നിലനിൽക്കുമെങ്കിൽ പിന്നീട് അതിനൊരു പിൻഗാമിയുടെ ആവശ്യം വരുന്നേയില്ല. ഏതുപോലെ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, ആകാശം, ഭൂമി തുടങ്ങിയവ, ഈ വസ്തുക്കളെല്ലാം അത് നിലനിൽക്കുന്നിടത്തോളം, അതിൻ്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നിടത്തോളം അത് നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിനൊരു പിൻഗാമിയുടെ ആവശ്യം വരുന്നില്ല. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവിടെ അത് മനുഷ്യൻ അവസാനിക്കുന്നതാണ്, അന്ത്യമുള്ളതാണ്. അതുകൊണ്ട് അതിന് ഒരു പിൻഗാമിയുടെ ആവശ്യം വളരെയേറെ ഉള്ളതാണ്. അതുകൊണ്ട് അള്ളാഹുവിന് മകനുണ്ടെന്ന് അംഗീകരിച്ചാൽ പിന്നീട് ആ ദൈവത്തിന് അന്ത്യമുണ്ടെന്നുകൂടി അംഗീകരിക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം ഈ ഒരു വാദത്തിൽ നിന്ന് തന്നെ, അതായത് ദൈവത്തിന് പുത്രനുണ്ട് എന്നുള്ള ഈ ന്യൂനതകൾ നിറഞ്ഞ ഈ വാദത്തിൽ നിന്ന് ദൈവം പരിശുദ്ധനാണ്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള വിശദീകരണം വരും ദിവസങ്ങളിലെ ദർസിൽ കേൾപ്പിക്കുന്നതായിരിക്കും. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.